ഇന്ന് നമുക്കൊരു ട്രെയിൻ യാത്ര പോവാം. ഇത് മിസ്റ്റർ പൂച്ചി. പൂച്ചിക്ക് ട്രെയിനിന്റെ ഉള്ളിൽ ഫുഡ് ഡെലിവറി ചെയ്യുന്നതാണ് പണി. അങ്ങനെ ഇരിക്കുമ്പോ പൂച്ചി ട്രെയിനിൽ വെച്ച് അവളെ കാണുകയാണ്. സരോജ. കണ്ട ഉടൻ തന്നെ പൂച്ചിക്ക് സരോജയോട് പ്രണയം തോന്നുകയാണ്. ട്രെയിന് ടെമ്പിൾ റണ്ണത്തെ കാട്ടുകൂടെയാണ് പോണതെന്ന് തോന്നുന്നുണ്ട്. സംഭവം ഇതിന്റെ സംവിധായകൻ ടൈറ്റാനിക് പോലത്തെ ഒരു സിനിമയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ കപ്പൽ കിട്ടാത്തതുകൊണ്ട് മൂപ്പര് ട്രെയിൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു മാത്രം. ഞാനൊന്നും പറഞ്ഞില്ല, അമ്മയാണില്ല. ஆமா என் க்ளோஸ் ஃப்ரெண்ட் தான். ലൂസ് കൂടെ നമ്പാതുക ആണോ അവൻ നമ്പിട്ടാങ്ക. അയ്യോ വൈരമുത്തു സാർ, ഞാൻ സരോജ. നിനക്ക് ആക്ച്വലി വട്ടാണോ പ്രാന്താണോ? അങ്ങനെ ഇരിക്കുമ്പോ ഈ പൂച്ചയുടെയും സരോജയുടെയും വെറുപ്പിക്കല് സഹിക്കാൻ പറ്റാത്ത ഒരു കമാൻഡോ പൂച്ചയെ പിടിച്ച് ഒരു റൂമിന്റെ ഉള്ളിൽ പൂട്ടിയിടുകയാണ്. ഇത് കണ്ട് പേടിച്ച സരോജ ട്രെയിൻ അടുത്ത സ്റ്റോപ്പിൽ നിന്നപ്പോ വേഗം പോയിട്ട് എഞ്ചിൻ റൂമിന്റെ അടുത്ത് പോയിട്ടിരിക്കും. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ. നമ്മുടെ ട്രെയിന് ഒരു കാളയെ ഇടിച്ചിടും. അതിന്റെ പേരിൽ പിന്നെ ഒരു വാക്കുതർക്കം നടക്കുകയാണ്. ആ വാക്കുതർക്കം മൂത്ത് അടിയായിട്ട് മാറുകയാണ്. നീ சொல்றதெல்லாம் கேட்டு அமைதியா பொறுத்துக்கறானே அவர மாதிரி வயசானவர் நினைச்சியா? നിന്നെ ഞാൻ ഇന്ന് കൊല്ലുവാ കുരുത്തം കെട്ടവനെ. ഫൈറ്റിന്റെ ഇടയിൽ പച്ചക്കൊടി കണ്ട ട്രെയിൻ ഓപ്പറേറ്റർ വണ്ടി എടുക്കും. കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോ ഈ പുള്ളി ഹാർട്ട് അറ്റാക്ക് വന്ന് പടയുണ്ടാവും. എല്ലാം വളരെ പെട്ടെന്നാണ്. അങ്ങനെ നമ്മുടെ ട്രെയിൻ ഓപ്പറേറ്റർ ഇല്ലാതെ ഫുൾ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ട്രെയിനിന്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയോ? മുഖ്യമന്ത്രി, കൊള്ളക്കാര്, ഒരു സൈക്കോ കമാൻഡർ. എല്ലാവർക്കും ഈ ട്രെയിൻ മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ. കാരണം ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ നായകരിക്കുന്നത്. എടോ, ട്രെയിനിന്റെ ചെയിൻ വലിച്ചിട്ടൊന്നും കാര്യമില്ല. ഈ വണ്ടി നിക്കില്ല. അല്ലെങ്കിൽ തന്നെ ഇവന്മാര് ഈ മാലയും വളയ്ക്ക് പിടിച്ചു പറിച്ചിട്ട് ഏതിലൂടെ പോവാ? പറക്കൂ. ഒരു പോലീസല്ലേ ഇപ്പൊ പറന്നുപോയത്? ഇതൊക്കെ എന്ത്? ஜாக் சார், இந்த விஷயத்தை முக்கியமா மீடியாக்கு தெரியாம பாத்துக்கோங்க. മീഡിയ ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഫുൾ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ട്രെയിനിനേക്കാളും വേഗത്തിലാണ് മീഡിയക്കാരുടെ ഈ വണ്ടി പോണത്. എന്ന് ഇതിനെ ഒരു ട്രെയിനായിട്ട് അങ്ങോട്ട് പ്രഖ്യാപിക്കണോ? டெல்லியிலிருந்து சென்னை வரும் டிசி எக்ஸ்பிரஸ் ஒரு பெண் தீவிரவாதியின் தலைமையில் தான் கடத்தப்பட்டிருக்கிறது. തീവ്രവാദി ഇത് നന്നായിണ്ട്. அந்த பொண்ணு உட்கார்ந்துட்டு இருக்கக்கூடிய ஒரு பொசிஷன், அவ கம்பியை புடிச்சுக்கிட்டு பயத்தோட இருக்கக்கூடிய ஒரு நேச்சர், அவ ஃபேஸ்ல இருக்கக்கூடிய டென்ஷன். ഇങ്ങനെ പോണ ആ ട്രെയിനില് ഇയാൾ ആ പെണ്ണിന്റെ മുഖം, ആ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ, അവള് പിടിച്ചിരിക്കുന്ന ആ കമ്പി, അതിൽ പറ്റി പിടിച്ച തുരുമ്പ്, ഇതൊക്കെ കണ്ടുത്രേ. அவ கம்பியை புடிச்சுக்கிட்டு പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി. ഒന്ന് പോടോ. തന്റെ കാമുകിയായ സരോജയെ രക്ഷിക്കാൻ പറ്റാതെ പൂച്ചി വിഷമിക്കുകയാണ്. അങ്ങനെ സൈക്കോ ബോഡി ഗാർഡിനെ അടിച്ചിട്ട് പൂച്ചി സരോജയുടെ അടുത്തേക്ക് പായുകയാണ്. ട്രെയിനിങ് കിട്ടിയിട്ടുള്ള കമാൻഡോ ആണ് ഇത്ര. എന്നിട്ട് ചായ വിൽക്കുന്ന ആളിന്റെ എന്നൊക്കെ അടി കൊണ്ട് തിരിയാണ്. ഇത് ചെയ്യ കളിക്കാൻ വേണ്ടി ട്രെയിനിന്റെ മേലെ കയറിയിരിക്കുന്ന ആൾക്കാരല്ല കേട്ടോ. നമ്മൾ കുറച്ചു നേരത്തെ കണ്ട ആ കൊള്ളക്കാരാണ്. പിന്നൊരു ഫൈറ്റാണ്, അതും ഫുൾ സ്പീഡിൽ പോകുന്ന ഈ ട്രെയിനിന്റെ മുകളിൽ. പൂച്ച എന്തൊക്കെയാ കാണിക്കണ നോക്കിക്കേ. നമ്മുടെ പൂച്ചി ട്രെയിനിന്റെ മേലെ കയറി നിന്ന് ജാക്കി ചാൻ സാഹസങ്ങളൊക്കെ ലൈവായി കാണിക്കുകയാണ്. ഞാൻ വീണ്ടും പറയാണ്, ഫുൾ സ്പീഡില് ഒരു കൺട്രോൾ ഇല്ലാതെ ഒരു ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് ഇമാതിരി പേക്കൂത്തൊക്കെ എടുത്തു വെച്ചേക്കണത്. പൂച്ച എന്താ പെട്ടെന്ന് പട്ടിയായോ? കൊരക്കണ്ടല്ലോ. പേടിക്കണ്ട, പൂച്ചി ചാവില്ല. നിങ്ങൾ പേടിക്കണ്ട. ഇയാൾ ഇതുവരെ ചെയ്തതൊക്കെ വെച്ച് നോക്കുമ്പോ എന്തായാലും ഇയാൾ ചാവില്ല. കാരണം ഇയാൾക്ക് സൂപ്പർ പവർ ഉണ്ട്. അയ്യോ, ആക്ടിംഗിലെല്ലാം ഇൻട്രസ്റ്റ് ഇല്ല. உங்களுக்கு നம்பிക്കை ഇല്ലെങ്കിൽ ചിത്ര ചേച്ചി, മനോ സാർ, ശുഭാന്റിനെ ഒക്കെ വിളിക്കേ. അവരുടെ മുമ്പിൽ ഞാൻ പാടി കാണിക്കാം. ഇങ്ങനത്തെ ഒരു സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷനില് ആരെങ്കിലും ഇങ്ങനെ കോമാളിത്തരം കാണിക്കോ? എപ്പിടാ അവര് ജഡ്ജ് ചെയ്ത് പറയും ഞാൻ വലിയ സിംഗർ ആണോ അല്ലേന്ന്. എന്നാലും മുടിയലടാ, മുടിയല. എനക്കൊരു വലിയ സിംഗർ ആയിട്ട് വരണം സാറേ. വരകാണ്ട് ഒന്ന് വിളിച്ചോണ്ട് പോടാ. ഉണ്മൈ കാതൽ ജയിക്കുമാ? കാതൽ എക്സ്പ്രസിൻ ഓട്ടം തുടരുമാ? കാത്തിരുന്ന് പാർപ്പോ. കൊടുങ്കാറ്റിൽ ആന മാറിപ്പോയപ്പോഴും അവന്റെ അമ്മായപ്പന്റെ കോണവും മാറിയ കഥ. സാർ സുടുന്നു, സാർ സുടുന്നു. അതെ, ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ ലവ് സോങ് അത്യാവശ്യമാണ്. നിങ്ങളുടെ ഇപ്പൊ ലവ് സോങ് വേണമെന്ന് ഞങ്ങൾ പറഞ്ഞോ?
100 കിലോമീറ്റർ സ്പീഡിൽ പോണ ട്രെയിനിന്റെ മുകളിലാണ് അവന്റെ ഭരതനാട്യം. എടാ പൂച്ചി മോനെ. ஆடியன்ஸ் எல்லாம் நகத்தை கடிச்சுட்டு உட்காந்துருப்பாங்க. இடையில எனக்கு ட்ரெயின் நிப்பாட்டு வெளில போய் டான்ஸ் ஆடுவீங்களா? തീ ഇങ്ങനെ കത്തിപ്പിടിച്ചിട്ടും നമ്മുടെ പൂച്ചയ്ക്ക് ഒന്നും പറ്റുന്നില്ല. കാരണം എന്താണെന്നറിയോ? പുള്ളി ഗോസ്റ്റ് റൈഡർ ആണ്. തീയൊന്നും മൂപ്പർക്ക് കേൾക്കില്ല. എന്നെ പൂച്ച ഇത് നമ്മുടെ സൂപ്പർ പവർ ഒന്നും അവർക്കില്ലല്ലോ. ക്യൂട്ടാ പண்றியா? ക്യൂട്ടാ ഇല്ല. പിന്നെ പൂച്ചയ്ക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്ത് ഒന്നും തന്നെ ഇല്ല. റെസ്ക്യൂ ടീമിലത്തെ ആള് ഹെലികോപ്റ്ററിൽ വന്നപ്പോ എവിടെന്നൊക്കെയോ പുഷ് 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 എന്നൊക്കെ വന്ന് കാറ്റൊക്കെ വന്നിട്ട് അയാളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നമ്മുടെ പൂച്ചി വന്നപ്പോ ഒക്കെ സിമ്പിളായി. അതാണ് ഞാൻ പറഞ്ഞത്, ഇയാള് മനുഷ്യനല്ല, ഇയാള് സൂപ്പർ ഹീറോയാണ്. പൂച്ചിമാൻ, അതാണ് ഇയാള് പൂച്ചിമാൻ. കളിയാക്കുകയാണോ? ഇതുപോലുള്ള കഥകളെടുത്ത് നിങ്ങളല്ലേ പ്രേക്ഷകരെ കളിയാക്കുന്നത്? കമോൺ പൂച്ചി കമോൺ. അങ്ങനെ പൂച്ചിയും സരോജയും ഒന്നിക്കുകയാണ്. എന്തിനാണ് ഇപ്പൊ നിങ്ങൾ സ്പൈഡർമാൻ ആക്കി മാറ്റേണ്ട കാര്യം? നിങ്ങൾ പൂച്ചിമാൻ അല്ലേ? പൂച്ചിമാൻ. അങ്ങനെ പൂച്ചിയും സരോജയും പറക്കുകയാണ്. പിന്നെന്താ, എല്ലാവരും രക്ഷപ്പെട്ടു. എല്ലാം പൂച്ചിമാന്റെ കഴിവ്. உங்க லைஃப பத்தி யோசிக்காம இத்தனை உயிரை காப்பாத்திருக்கீங்க, எப்படி சார் சொல்லுங்க? ബിക്കോസ് ഐ എം പൂച്ചിമാൻ. എന്തായാലും നമ്മുടെ പൂച്ചീനെ അവഞ്ചേഴ്സിൽ എടുക്കും, അത് ഉറപ്പാണ്. கடைசியா ஒன்னு சொல்றேன், எந்த சூழ்நிலையிலும் நான் தேவைப்பட்டா உனக்காக அங்க இருப்பேன்.